ഗൈസ് രാവിലെ തന്നെ ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടോ. ഇന്ന് രാവിലെ സാധാരണ ഈ സ്നാക്സൊക്കെ നമ്മൾ വൈകുന്നേരത്ത് 4 മണിക്കെല്ലാം ഉണ്ടാക്കുക. ഞങ്ങൾ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് പഴംപൊരിയും അതുപോലെ തന്നെ പോപ്കോണൊക്കെയാണ് ഉണ്ടാക്കിയത്. ഒരു വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. രാവിലത്തെ ചായപൊടി പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചത്തേക്കുള്ള പരിപാടിയാണ് കേട്ടോ. ക്യാബേജ് ആണ് ഉപ്പേരി ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പുറത്തെ അടുപ്പത്ത് എന്താണ് കോവയ്ക്കയും വഴുതനയും കൂടെ ഫ്രൈ ചെയ്യുക. ഇപ്പോൾ ആഴ്ചയിലേ ചിലപ്പോൾ ഞായറാഴ്ച ദിവസം അങ്ങനെയൊക്കെയുള്ള ഇറച്ചി വാങ്ങണത് കേട്ടോ. അങ്ങനെ എല്ലാ ദിവസങ്ങളിലൊന്നും വാങ്ങിക്കില്ല, കാരണം സ്കൂളൊക്കെ തുറന്നു. അപ്പോൾ പിന്നെ മീനൊന്നും വാങ്ങിയിട്ട് കാര്യമില്ല. എന്തായാലും വല്ല ഉപ്പേരിക്ക് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങണം, കാരണം സ്കൂളിലേക്ക് അവർക്ക് ചോറിൻ്റെ കൂടെ കൊടുത്തയക്കണം എന്നുണ്ടെങ്കിൽ ഉപ്പേരി അങ്ങനത്തെ പച്ചക്കറി ഐറ്റംസ് വേണമല്ലോ. പിന്നെ എനിക്ക് വെറുതെ 2 മുട്ട എടുത്തിട്ട് ഇങ്ങനെ ഒരു ഓംലേറ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അതിൽ ചെറുള്ളി പച്ചമുളക് അരിഞ്ഞിട്ടുള്ള പകരം കുരുമുളക് പൊടി ഇട്ടു കേട്ടോ. അതും കൂടി ഇട്ടിട്ട് വെറുതെ അങ്ങോട്ട് ഓരോ ഓംലേറ്റ് ഉണ്ടാക്കി. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് ഒരു പാത്രത്തിലേക്ക് അടച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ. ചോറുണ്ണാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ ചോറുണ്ണണ സമയമായപ്പോഴത്തേക്കാണ് എല്ലാം അങ്ങോട്ട് ഉണ്ടാക്കിയത് കേട്ടോ. നേരത്തെ രാവിലെ തന്നെ എല്ലാം ഉണ്ടാക്കി വെക്കണ്ടെന്ന് വിചാരിച്ചു. ഞങ്ങൾ രാവിലത്തെ ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചു വെള്ളം തുടക്കലും കുളിയും അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഉച്ചക്കത്തേക്ക് ചോറുണ്ടാക്കാനൊക്കെ ഞാൻ വന്നത് കേട്ടോ. ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട നമ്മൾ ഓംലേറ്റ് അടിച്ചൊരു പാത്രത്തിലാക്കി വെച്ചു. ചോറ് അതിലിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് തൈരിൽ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് അങ്ങനെ സാലഡ് ഉണ്ടാക്കി. പിന്നെ നമ്മൾ കോവയ്ക്ക വഴുതനങ്ങ രണ്ടും കൂടെ ഫ്രൈ ചെയ്ത് വെച്ചതാണ് ക്യാബേജ് തോരൻ. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഞാനിനി ചോറ് വെന്തോ നോക്കട്ടെ. അത് ഊറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചൂടോടെ തന്നെ ചോറുണ്ടാകാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ. മുട്ടയൊക്കെ എപ്പോഴും കഴിക്കുകയാണെങ്കിൽ ചൂടോടെ തന്നെ കഴിക്കണം അല്ലേ, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ കൊണ്ട് പോകും. അപ്പം ഞാൻ ചോറ് വിളമ്പട്ടെ കേട്ടോ. അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും കിച്ചുമോളും കൂടെ പൊട്ടിക്കല്ല് പോയിരുന്നു കേട്ടോ. അമ്മേൻ്റെ അടുത്ത് പോയതായിരുന്നേ. അപ്പോൾ സമയം ഒരു 4:30-5 മണി ആവാനായിട്ടുണ്ടായിരുന്നു. അമ്മ അവിടെ ചെന്നപ്പോൾ നല്ല കാപ്പി ഇട്ട് തന്നു കേട്ടോ. കട്ടൻ കാപ്പിയും പിന്നെ അമ്മ ഉച്ചയ്ക്ക് പടുകൂട്ടാനാണ് ഉണ്ടാക്കിയത്. പടുകൂട്ടാന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, കപ്പയും പിന്നെ കറുത്തയും ചേമ്പിൻ്റെ തണ്ടും എല്ലാം കൂടെ ഇട്ടിട്ടൊരു കൂട്ടാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഇത് അങ്ങോട്ട് പോകുമ്പോൾ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞ പാത്രത്തിലാക്കി വെച്ചതാണ്. എല്ലാം കൂടെ ഒക്കെ തിന്നണമെന്നല്ല കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കുറച്ചെടുത്തിട്ട് കട്ടൻ ചായയുടെ കൂടെ കഴിക്കുകയാണ്. കിച്ചുമോളെ TV കണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ളത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കുടുംബത്തേക്ക് പോകുമ്പോൾ കൊണ്ടുപോവുകയും ചെയ്യും കേട്ടോ. അന്നത്തെ വ്ലോഗ് കണ്ടവർക്ക് മനസ്സിലാവും. ആ പാത്രവും അവിടെ നിന്നാണ്, ഈ കപ്പ് അവിടെ നിന്ന് വാങ്ങിച്ചാണ്, പിന്നെ പ്ലേറ്റും അവിടെ നിന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ. നല്ല ചെറിയ പ്ലേറ്റ് കേട്ടോ, ഒരുപാട് വലുപ്പമല്ല, നല്ല പാകത്തൊരു പ്ലേറ്റ് കേട്ടോ. അപ്പം ഞാൻ ചായ കുടിക്കട്ടെ. പിന്നെ ഞാൻ വന്ന എന്തിനാന്ന് ചോദിച്ചാൽ കുടുംബശ്രീ ഉണ്ടായിരുന്നു കേട്ടോ. കുടുംബശ്രീ അല്ല, ഞങ്ങൾക്ക് ഓക്സിലറീൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് വന്നതായിരുന്നു. പിന്നെ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വീട്ടിലേക്ക് വന്നത് കേട്ടോ. കിച്ചുമോളെ ഞാൻ അതിന് വന്നപ്പോൾ ആദ്യം വീട്ടിലിറക്കി, എന്നിട്ട് ഞങ്ങൾക്ക് വേറൊരു വീട്ടിൽ വെച്ചിട്ടായിരുന്നു അത് മീറ്റിംഗ് ഉണ്ടായിരുന്നത്. അതും കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പൊട്ടിക്കലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഇനി കട്ടൻ കാപ്പിയും കുടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വേഗം അങ്ങോട്ട് പോകും കേട്ടോ. മഴ വരുന്നുണ്ട്. മഴ പെയ്യുന്നതിന് മുമ്പ് നമുക്കവിടെ പൂക്കോട്ടുംപാടത്ത് വീട്ടിലെത്തണം കേട്ടോ. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ഞാൻ കാണിക്കണം കേട്ടോ. ഞാനും കിച്ചുമ്പോഴും കൂടെ പൂക്കോട്ടുംപാടത്ത് ഈ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നപ്പോൾ എന്താ പറയുക, ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു കേട്ടോ. മുമ്പ് ഞാൻ സോളാറിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ രഹസ്യ. എൻ്റെ വീഡിയോസിലൊക്കെ മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ വീട് മാറിയ സമയത്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് കേട്ടോ രഹസ്യൊക്കെ. അപ്പോൾ അവളെ ഹസ്ബൻഡിനെയും കണ്ടു, ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ടതാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് നിന്നു. പിന്നെ തിരിച്ച് ഞങ്ങൾ സാധനങ്ങളുമായിട്ട് നടന്നാണ് പോണത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ വണ്ടി വർക്ക്ഷോപ്പിലാണ്. ഒരാഴ്ചയിൽ കൂടുതലായിട്ട് വണ്ടി ബ്രേക്കില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവിടെ കൊണ്ടു കൊടുത്താൽ കുറച്ച് സമയം പിടിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ കൊടുക്കാതിരിക്കുന്നു. അപ്പോൾ ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, കാരണം തീരെ ബ്രേക്ക് ചെയ്യുന്ന സാധനം തന്നെ അല്ല, പിടിച്ചാൽ കിട്ടാതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ കൊണ്ടിട്ട് കൊടുത്തു. അപ്പോൾ ഇനി അതൊരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്കിവിടെ എന്താ പറയുക, വീട്ടിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ നടന്നായാലും കുഴപ്പമൊന്നുമില്ല.
പിന്നെ വീട്ടിലെത്തി നമ്മുടെ ഡ്രസ്സൊക്കെ മാറി ഞാൻ കുറച്ച് ചിക്കനൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുണ്ടാക്കണം. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയൊക്കെ വാങ്ങിയത് കഴുകിയിട്ട് ഞാൻ സാധാരണ ഒരു ടിഷ്യൂ പേപ്പറിലാണ് വെക്കേണ്ടത്. ഞാൻ ടിഷ്യൂ പേപ്പർ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ന്യൂസ് പേപ്പറിൽ ഇട്ട് വെച്ച് എൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോവട്ടെ. എന്നിട്ട് അതിന് ശേഷം ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും കേട്ടോ. സാമ്പാറിലേക്ക് ഇടുന്ന ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ ഇറച്ചിയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് എന്നത്തെ വീഡിയോ എന്ന് ചോദിച്ചാൽ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് തോന്നുന്നത്. ഈ ഞായറാഴ്ചത്തെ അല്ല തോന്നുന്നു, തിങ്കളാഴ്ച എങ്ങാണ്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ സൺഡേസിൽ നമ്മൾ ചിക്കനൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലല്ലോ, കുറേ ആയിട്ടുണ്ടായിരുന്നു ചിക്കൻ വാങ്ങിയിട്ട്. മുമ്പ് നമ്മൾ പൊട്ടിക്കല്ല് പോയിട്ട് പോയി നമ്മൾ വാങ്ങിയത് തേങ്ങാച്ചോറൊക്കെ ഒന്ന് ഉണ്ടാക്കിയില്ലേ. ഇപ്പം ഞാൻ മനഃപൂർവ്വം വാങ്ങാത്തതാണ് കേട്ടോ, കാരണം ഡെയിലി അങ്ങനെ ചിക്കൻ തിന്നണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ഒരു പ്രാവശ്യം ചിക്കൻ തിന്നുക, അതാണ് ഇപ്പോഴത്തെ ഒരു അങ്ങനെയൊന്നും അല്ല കേട്ടോ, വാങ്ങിക്കുമ്പോൾ തിന്നും. അപ്പോൾ നമ്മളിനി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ചിക്കനൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നോർമൽ ഒരു കറിയാണ് കേട്ടോ. കുറച്ച് ഞാൻ അങ്ങോട്ട് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇനി കുട്ടികൾക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ, ഇപ്പോൾ ഫ്രൈ ചെയ്യണില്ല, നാളത്തേക്ക് അങ്ങനെ ഫ്രൈ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. കുറച്ച് എന്തായാലും മാറ്റി, ഫ്രൈ ചെയ്താലില്ലെങ്കിൽ കുറച്ച് മാറ്റി വെച്ചു. ബാക്കിയുള്ളത് ഒരു കറിയാക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വട്ട, ഗ്രാമ്പ്, ഏലക്കൊക്കെ ഇട്ട് കൊടുത്തു. സ്പൈസസ് ഇട്ടിട്ട് പൊട്ടിച്ചു. ഞാൻ പിന്നെ സവാള ഇട്ടെടുത്തു. ഒന്ന് വഴറ്റിയതിന് ശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതൊക്കെ ചേർത്ത് കൊടുക്കും. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പിന്നെ പുതിനയും ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമായത് ഇട്ടാണ് കേട്ടോ. അതിട്ടു. പിന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല. നന്നായിട്ട് പൊടികളൊക്കെ മൂപ്പിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, തക്കാളിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്യും. പിന്നെ ഞാൻ മുളക് പൊടി കുറച്ചിട്ട് ബാക്കി കാശ്മീരി ചില്ലി, കാരണം ചിക്കന് കുറച്ച് കളർ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാശ്മീരി ചില്ലി ഇട്ടെടുത്തിട്ടോ. പൊടികൾ നന്നായി മൂത്തതിന് ശേഷം തക്കാളി ഇട്ടെടുത്തു. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുക്കണേ. ഈ ഒരു ഗ്രേവി തിളച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ കറി ഇട്ട് കൊടുക്കും. നോർമൽ കറിയാണ് ചിക്കൻ അങ്ങനെ വരട്ട് പോലെ ഉണ്ടാക്കുക, കുറച്ച് കറി ഉണ്ടാവും അങ്ങനത്തെ രീതിയിൽ. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് പിന്നെ ഇട്ടെടുത്ത്, ഉപ്പുണ്ടോ നോക്കി. എന്നിട്ട് ഇനി നമ്മൾ തിളയ്ക്കാൻ വെക്കുകയാണ്. തിളച്ചതിന് ശേഷം ഗ്രേവിയൊക്കെ തിളച്ചതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ചിക്കനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെന്താ, അടച്ച് വയ്ക്കണം. തിളച്ച് വരുമ്പോൾ നന്നായിട്ട് കുറച്ചും കൂടി ചിക്കൻ എന്നുള്ള വെള്ളം കൂടി എന്തായാലും വരും കേട്ടോ. അത് കഴിഞ്ഞ് നന്നായിട്ട് വരട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ ചിക്കൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം പിന്നെ അവിടെ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ അങ്ങോട്ട് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടു കേട്ടോ. ഇനിയിപ്പോൾ ചിക്കൻ വെന്താൽ മാത്രം മതി, ബാക്കിയുള്ള പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട്. പിന്നെ രാവിലെ വെച്ച് ചോറ് ഇരിക്കുന്നുണ്ട്, അപ്പോൾ അത് കളഞ്ഞിട്ട് വേറെ ചോറ് ഉണ്ടാക്കണ്ടല്ലോ വിചാരിച്ചു. അതുതന്നെയുള്ളൂ, ഏതെങ്കിലും ഒന്ന് ചൂടുണ്ടാവണം. അല്ലെങ്കിൽ ചോറ് ചൂടുണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന കറിയെങ്കിലും ചൂട് വേണം കേട്ടോ. അപ്പോൾ കിച്ചുമോൾ അവിടെ മെഷീനിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. 2 ദിവസമായിട്ട് ഇപ്പോൾ എൻ്റെ തയ്യൽ മെഷീനിലാണ് അവിടെ പരിപാടികൾ മൊത്തം കേട്ടോ. അപ്പോൾ തന്നെത്താനെ ആളിരുന്ന് മെഷീനൊക്കെ ചവിട്ടി പഠിച്ചിട്ടുണ്ട് കേട്ടോ. ആരും ഹെൽപ്പ് ചെയ്തിട്ടില്ല, യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ അങ്ങനെയാണ് ഫസ്റ്റ് എൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റിച്ചിങ്ങിൻ്റെ എന്ന് പറയുന്നത് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് തന്നെയായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ കറി അവിടെ ആവട്ടെ. അതിനിടയിൽ ഞാൻ കുറച്ച് പാനിപൂരി വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഓഫീസിൽ നിന്ന് വന്ന സമയത്ത്. പക്ഷേ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. മക്കളൊക്കെ സ്കൂളിൽ പോയതല്ലേ, ഞാൻ ഉച്ചയായപ്പോഴാണ് ഓഫീസിൽ നിന്ന് എത്തിയത്. അപ്പോൾ മക്കൾ സ്കൂളിൽ പോയതല്ലേ വിചാരിച്ചിട്ട് അതിൻ്റെ പാനിയും ആ മസാലയൊക്കെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പായിട്ടിരിക്കുന്നുണ്ട്. ഭൂരി പുറത്ത് വെച്ചു, പാനി മസാല ഫ്രിഡ്ജിലേക്ക് വെച്ചു, കേടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഒരു വന്ന് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേറെ പപ്സ് എന്തോ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊക്കെയാണ് ഞാൻ തിന്നാൻ കൊടുത്തത്. ഇപ്പോൾ അവരെ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു പഠിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് റെക്കോർഡിങ് പിന്നെയാണല്ലോ നമ്മൾ കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് മെഷീൻ്റെ സൗണ്ട് കേൾക്കണ്ടാകും, അത് കിച്ചുമോളോട് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ പാത്രത്തിലേക്ക് സെറ്റാക്കി വെച്ചു കേട്ടോ. ആ പൂരിയിലേക്ക് എന്താ പറയുക, മിക്സറും മസാലയൊക്കെ വെച്ചു. എന്നിട്ട് പാനി ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ മക്കളുടെ തീ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോൾ തത്ത അവിടെ എന്താ പറയുക ആ റൂമിലാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഓളെടുത്ത് കൊണ്ട് കൊടുക്കട്ടെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങളെന്ന് പറയാൻ കേട്ടോ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. ഈ ഒരു പാനി, എനിക്ക് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടം ആ പാനിയാണ് കേട്ടോ. മസാല ഉണ്ടല്ലോ, അത് കിഴങ്ങുകൊണ്ടായതുകൊണ്ട് വലിയൊരു ഇഷ്ടമല്ല, കിഴങ്ങ് അത്ര ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു ഇതിൻ്റെ ആ വെള്ളം അതാണ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പോൾ കിച്ചുവിന് കൊടുത്തു, ഇനി തത്തയ്ക്ക് കൊടുക്കട്ടെ. അപ്പോൾ കിച്ചുവിന് കൊടുത്തപ്പോൾ ആദ്യം അമ്മ കഴിച്ചു, കാരണം അതിൽ ആ പാനി കൂടുതലായതുകൊണ്ട് പാനി അത്ര ഇഷ്ടമല്ല. എനിക്ക് പാനി ഭയങ്കര ഇഷ്ടമാണ്, അടിപൊളിയായിട്ട് ആ വെള്ളത്തിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അടിപൊളിയാണ്. കഴിക്കാത്തവരൊക്കെ കഴിച്ചു നോക്കൂട്ടോ. നമ്മുടെ കരളായിക്ക് പോണ വഴി ചെട്ടിയിലാണ് കേട്ടോ, അത് ദിവ്യനെ കടയിൽ നിന്ന് വാങ്ങിയതാണ്.
ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ നിലമ്പൂർ റെയിൽവേൻ്റെ വഴി പോകലില്ല. അവിടെ ഭയങ്കര എന്താ പറയുക ചളിയൊക്കെ ആയതുകൊണ്ട് പോവാതെ നേരെ ഇങ്ങനെ കരുളായി ചെട്ടി വഴിയാണ് ഇപ്പോൾ ഞാൻ നിലമ്പൂർക്ക് പോകൽ കേട്ടോ. ആ സമയത്ത് അവളെ കാണുന്നതുകൊണ്ട് അന്ന് അങ്ങനെ വാങ്ങി പോകുന്നതാണ്. അപ്പം ഇനി തത്തൂസിനും കൂടെ കൊണ്ട് കൊടുക്കട്ടെ കേട്ടോ. പാനിപൂരി തീരെ കഴിച്ച് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടൈമൊക്കെ വേറെ ഈ ഹിന്ദി അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാക്കുമ്പോൾ കഴിക്കാനൊരു ഇതാണ്. നമ്മൾ മലയാളികളാണ് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു സന്തോഷത്തോടെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ തീരെ കഴിച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ നമ്മളെ കരുളായിക്ക് പോണ വഴിയിൽ ചെട്ടീൻ്റെ അവിടെയാണ്, ആ പാടത്തിൻ്റെ അവിടെയാണ് കേട്ടോ അവിടെ ഇരിക്കണേ. അപ്പോൾ അവിടെ നിന്ന് കഴിച്ചുകൊണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിതാ പാനിപൂരിയൊക്കെ കഴിക്കുകയാണ്. മക്കൾക്ക് രണ്ടാൾക്കും ഇഷ്ടമായിട്ടുണ്ട്. അപ്പം നമ്മുടെ പാനിപൂരിയൊക്കെ തീർന്നു. പാനി കുറച്ചിരിക്കാനുണ്ട് കേട്ടോ. അതിൽ കൂടെ ആ മല്ലിയുടെയും കുരുമുളകും പുളിയും എല്ലാ ഫ്ലേവറും കൂടെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി സെറ്റായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ചോറിനാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ചോറിന് ചപ്പാത്തി ഉണ്ട് രാവിലത്തെ ഇരിക്കുന്നത്. അപ്പം ഞാൻ കസേരയിലിരുന്ന് അതെല്ലാം കൂടെ എടുത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ താഴെ നമ്മുടെ ഹാളിൻ്റെ അവിടെ ഒരു പാ വിരിച്ചിട്ട് എല്ലാം അതിൽ കൊണ്ടുപോയി വെച്ചു. എല്ലാം എന്ന് പറയാനുള്ള നമ്മുടെ ചിക്കൻ കറിയും ചട്ടിയോട് കൂടി കൊണ്ടുവച്ചു കേട്ടോ. ചിക്കൻ കറിയും ചപ്പാത്തിയും ചോറും. അപ്പം ഞങ്ങൾ ചോറിനാൻ വേണ്ടി പോവാണ്. പിന്നെ കിച്ചുമോള് തൈര് ഉണ്ടാക്കിയിരുന്നു കേട്ടോ, ഉള്ളി തൈര് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വിശേഷങ്ങളായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.